Hi dears, welcome to my YouTube channel. Standard 7 Social Science 5th Chapter Our Earth അഥവാ നമ്മുടെ ഭൂമി എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 3 വീഡിയോയാണിത്. പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് കാണാത്തവർ അത് കാണുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോസ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്നിവ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടനയെക്കുറിച്ചാണ്. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുകയും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സ് വൃത്തിയായി എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യുക. സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ ഘടന. The atmosphere is classified into 5 different layers based on temperature conditions. താപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റ്മോസ്ഫിയറിനെ 5 പാളികളായി തിരിച്ചിട്ടുണ്ട്. ഓൺ വാട്ട് ബേസിസ്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? യെസ്, ടെമ്പറേച്ചർ. ഹൗ മെനി ലേയേഴ്സ്? 5 ലേയേഴ്സ്, 5 പാളികളായി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ പാളികൾ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? നോക്കൂ, അറ്റ്മോസ്ഫിയറിൻ്റെ 5 ലേയേഴ്സും അതിൻ്റെ നെയിംസും ആണിത്. ഫസ്റ്റ് ലെയറിൻ്റെ പേരെന്താ? ട്രോപ്പോസ്ഫിയർ. സെക്കൻഡ് ലെയർ സ്ട്രാറ്റോസ്ഫിയർ. തേർഡ് ലെയർ മിസോസ്ഫിയർ. ഫോർത്ത് ലെയർ തെർമോസ്ഫിയർ ആൻഡ് ഫിഫ്ത്ത് ലെയർ എക്സോസ്ഫിയർ. I repeat, first layer troposphere, second layer stratosphere, third layer mesosphere, fourth layer thermosphere and fifth layer exosphere. ഏകദേശം മനസ്സിലായോ മക്കളെ? ലെയേഴ്സ് ആൻഡ് നെയിംസ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ പേര് തന്നെയാണ്. ഇതിൻ്റെ സ്പെല്ലിംഗ് കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഇനി ഓരോ ലെയേഴ്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ആദ്യം ഈ ഭാഗം ഒന്ന് വായിക്കാം. ട്രോപ്പോസ്ഫിയർ. ഇറ്റ്സ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. It has an average height of 13 km from the Earth's surface. The height ranges about 8 km at the poles to 18 km at the equator. This is because the temperature is high in the equatorial region. Dust particles and water vapor are most abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. An important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. This is called normal lapse rate. Troposphere അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ മോസ്റ്റ് ലെയർ അഥവാ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ആവറേജ് ഹൈറ്റ് 13 കിലോമീറ്റർ ഫ്രം ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 13 കിലോമീറ്റർ 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ പോയിൻ്റ് വൈസിൽ പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. തേർഡ് പോയിൻ്റ്, ഹൈറ്റ് റേഞ്ചസ് 8 കിലോമീറ്റർ അറ്റ് ദ പോൾസ് ആൻഡ് 18 കിലോമീറ്റർ അറ്റ് ദ ഇക്വേറ്റർ. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 കിലോമീറ്ററുമാണ്. എന്തായിരിക്കാം കാരണം? ഇക്വറ്റോറിയൽ റീജിയൻ അഥവാ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉയർന്ന ചൂടായതുകൊണ്ടാണ്. ഓക്കെ. നെക്സ്റ്റ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ വേപ്പർ, ഇതെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുമാത്രമല്ല, പ്രകൃതി പ്രതിഭാസങ്ങൾ, അറ്റ്മോസ്ഫെറിക് ഫിനോമിനാസ്, ഇവ കാണുന്നതും
ട്രോപ്പോസ്ഫിയറിലാണ്. അതായത് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് തുടങ്ങിയവയെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ദ ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 degree Celsius for every 165 meters from the surface of Earth. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ടെമ്പറേച്ചർ കുറയുന്നു, താപം കുറയുന്നു. ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്, ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? എന്തായിരിക്കാം കാരണം? നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഓക്സിജൻ്റെയും ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് ട്രോപ്പോസ്ഫിയർ പാളിയിലാണ്. അതുപോലെ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അന്തരീക്ഷത്തിൻ്റെ താപനിലയുടെ ക്രമീകരണം, ഇതെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയർ പാളിയിലാണ്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ പ്രധാന പാളി എന്ന് ട്രോപ്പോസ്ഫിയറിനെ വിശേഷിപ്പിക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ കോൾഡ്? ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണമെന്താണ്? ഇതിൻ്റെ ആൻസറാണ് നമ്മൾ നേരത്തെ താപക്രമീകരണത്തെക്കുറിച്ച് പഠിച്ചത്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. ഇതിൻ്റെ നോട്ട് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, എഴുതിയെടുത്ത് പഠിക്കുക. നെക്സ്റ്റ്, സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ just above the troposphere. The average height is about 50 km from the Earth's surface. In the stratosphere, the temperature increases after a specific height. The ozone layer is in the stratosphere. It stands at an altitude of about 25 km from the surface. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഏതിൻ്റെ ഉയരം? സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം. ആവറേജ് ഹൈറ്റ് 50 കിലോമീറ്റർ ഫ്രം ദി എർത്ത് സർഫേസ്. ഇനി ഇവിടെ താപത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആഫ്റ്റർ എ സ്പെസിഫിക് ഹൈറ്റ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ദ ഓസോൺ ലെയർ ഈസ് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ലെയർ അതായത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇത് പഠിച്ചു വയ്ക്കുക. ഈ ഓസോൺ പാളി ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ, എർത്ത് ഷീൽഡ്. The presence of ozone gas in the atmosphere protects the earth by blocking the harmful ultraviolet rays from the sun. The ultraviolet rays reach the earth's surface at an increased rate. It is harmful to living organisms and ecosystems. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ ലെയറാണ്. ഭൂമിയുടെ ഒരു രക്ഷാ കവചമാണെന്ത്?
ഓസോൺ ലെയർ. ഓസോൺ വാതകങ്ങളുടെ കട്ടിയായ ഒരു സാന്നിധ്യമാണ് ഓസോൺ ലെയർ. ഭൂമിയിലേക്ക് വൻതോതിൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയായി മാറും. ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തിയാൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുക? നോക്കൂ. കൊളാപ്സ് ഓഫ് ദി ഫുഡ് ചെയിൻ, ആഹാര ശൃംഖലയുടെ തകർച്ച. ക്രോപ്പ് ഡാമേജ്, കൃഷിനാശം. സ്റ്റെൻഡിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, സസ്യവളർച്ച മുരടിക്കൽ. ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം. ബ്ലൈൻഡ്നെസ്, കാറ്ററാക്ട്, അന്ധത, തിമിരം. സ്കിൻ ക്യാൻസർ, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇവയെല്ലാമാണ് അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ഭൂമിയിലെത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഓസോൺ ലെയറിനെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവന് ഭീഷണിയായി മാറും. ഓസോൺ ഡേ. September 16 is observed as World Ozone Day. The objective behind observing this day is to create awareness among people about the need to protect ozone layer and to control the use of products that can cause ozone depletion. ഓസോൺ ദിനം. എന്നാണ് നമ്മൾ ഓസോൺ ദിനം ആചരിക്കുന്നത്? എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഈ ഡേറ്റ് മറക്കാതെ ഓർത്ത് വയ്ക്കുക. എക്സാമിന് വരാറുണ്ട് ഓസോൺ ദിനം എന്നാണ് എന്ന്. അപ്പോൾ സെപ്റ്റംബർ 16. ഇനി എന്തിനാണ് നമ്മൾ ഓസോൺ ദിനം ആചരിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, അതുപോലെ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഓസോൺ പാളിക്ക് ദോഷം വരുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ്, മെസോസ്ഫിയർ. This atmospheric layer extends from about 50 km to 80 km above stratosphere. The phenomenon of decrease in temperature with the increase in height is present in this layer also. At an altitude of about 80 km from the surface, the temperature drops to 100 degrees Celsius. The lowest temperature in the atmosphere is experienced here. Most of the meteors that enter the Earth's atmosphere burn down in this layer. മൂന്നാമത്തെ അന്തരീക്ഷ പാളിയാണ് മെസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് മെസോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്. ഈ പാളിയിലെ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആസ് ദ ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, the temperature decreases. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി കൂടിയാണിത്. പിന്നെ ഉൽക്കകൾ എന്ന് കേട്ടിട്ടില്ലേ? മീറ്റിയസ്. ഉൽക്കകളെ കത്തിച്ചാരമാകുന്ന പാളി എന്നൊരു ചോദ്യം വന്നാൽ അതിനുത്തരം മെസോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ലെയറാണ് തെർമോസ്ഫിയർ. ഈ ഭാഗം ഒന്ന് വായിക്കാം. The thermosphere is the layer of atmosphere that lays about 80 to 400 km above the mesosphere. The temperature increases with an increase in altitude. The lower part of the thermosphere is called the ionosphere. അതായത് മെസോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലെയറാണ് ഇത് തെർമോസ്ഫിയർ. ഇനി ഈ പാളിയിലെ ഉയരം കൂടുന്തോറും താപം കൂടി വരികയാണ് ചെയ്യുന്നത്. ഓരോ ലെയറിലും ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് നന്നായി പഠിച്ചു വെക്കണേ. ഇനി തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? അയണോസ്ഫിയർ.
ലാസ്റ്റ് ലെയറാണ് എക്സോസ്ഫിയർ. നോക്കൂ, ഇറ്റ് ഈസ് ദ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. The presence of air molecules in the exosphere, which lies above 400 km from the surface, gradually decreases and the layer becomes a part of the outer space. നമ്മൾ പഠിച്ചു തെർമോസ്ഫിയർ 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിലാണെന്ന്, അല്ലേ? ആ 400 കിലോമീറ്ററിന് മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. ഇനി ഈ പാളിയിൽ വായു തന്മാത്രകൾ, അതായത് എയർ മോളിക്യൂൾസിൻ്റെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് അത് ബഹിരാകാശത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സോസ്ഫിയറിന് മുകളിലുള്ള ഭാഗമാണ് ബഹിരാകാശം. അന്തരീക്ഷഘടനയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയുമാണ് അന്തരീക്ഷ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗങ്ങളെല്ലാം എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നോട്ടൊക്കെ എഴുതി നന്നായി വായിച്ച് പഠിക്കുക.